പാലക്കാട് അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി പാലക്കാട് എത്തുന്ന ട്രെയിനിലുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ ലഭിച്ചിരുന്നു. എന്നാലും ഇപ്പോൾ പരിശോധനയിൽ കുട്ടി ആ ട്രെയിനിൽ ഇല്ല എന്ന തരത്തിൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. കുട്ടി ആ ഒരു ട്രെയിൻ എന്തായാലും അരുണോയ് എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിഖില, ട്രെയിനിൽ കുട്ടി ഇല്ല എന്നുള്ളതാണ് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഈ ട്രെയിന് അല്പസമയം മുമ്പാണ് ഈ പാലക്കാട്ടേക്ക് എത്തിയത്. കൃത്യം ഒരു 12:03 ട്രെയിൻ പാലക്കാട്ടേക്ക് എത്തിയത്. അതിനുശേഷം ഈ ഒരു 12:23 വരെ ഏകദേശം ഒരു 20 മിനിറ്റോളം നേരം ഈ തിരുവനന്തപുരത്ത് നിന്നുമുള്ള അരുണോയ് എക്സ്പ്രസിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. ആദ്യം ജനറൽ കമ്പാർട്ട്മെന്റിലേക്കാണ് ഉദ്യോഗസ്ഥർ കയറിയത്. ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തി. ഓരോ ഫോട്ടോയും മറ്റും വെച്ച് ആളുകൾ, നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ആ തിരക്കുള്ള ട്രെയിനിൽ കമ്പാർട്ട്മെന്റിനകത്ത് കയറി ഓരോയിടത്തും ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടോ കുട്ടി എന്നുള്ളതിന്റെ കൃത്യമായ ഒരു പരിശോധനയായിരുന്നു നടത്തിയത്. പക്ഷേ ആദ്യം ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടുകൂടെ തന്നെ സ്ലീപ്പറിലേക്ക് പിന്നീട് പരിശോധന മാറ്റി. സ്ലീപ്പറിലും വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയും ട്രെയിനിലുണ്ടായിരുന്ന ടിടിമാരോടും മറ്റുമൊക്കെ ആരെങ്കിലും ഈ ടിക്കറ്റ് എടുക്കാതെയും മറ്റും യാത്ര ചെയ്യുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ടിടിമാരോടും മറ്റുമൊക്കെ ചോദിച്ചറിഞ്ഞു. പക്ഷേ ആ പരിശോധനയിലൊന്നും തന്നെ ഈ ട്രെയിനിൽ അരുണോയ് എക്സ്പ്രസിൽ ഏതായാലും നടത്തിയ പരിശോധനയിൽ കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ട്രെയിൻ ഏതായാലും ഇപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട്. തൃശൂർ ഭാഗത്തേക്ക്, അതായത് ഈ ട്രെയിൻ തൃശൂർ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ഒരു സൂചന, ഇങ്ങനെ കുട്ടി ട്രെയിനിലുണ്ട് എന്ന തരത്തിലുള്ള ഒരു സൂചന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. ഇതോടുകൂടെ തന്നെ തൃശൂർ മുതൽ പാലക്കാട് വരെയുള്ള ദൂരത്തിൽ ഈ ട്രെയിൻ പൂർണ്ണമായും ഉദ്യോഗസ്ഥർ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഏതെങ്കിലും ട്രെയിൻ എവിടെയെങ്കിലും നിർത്തുന്ന ഭാഗങ്ങളിൽ ഈ കുട്ടിയെ മറ്റോ ഇറങ്ങാനുള്ള സാധ്യത ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. പലയിടങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. ഓരോ സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ അലേർട്ട് ഉടൻ തന്നെ നൽകിയിരുന്നു. അലേർട്ടൊക്കെ നൽകിയതിനു ശേഷമാണ് പിന്നീട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 12:03 ട്രെയിൻ എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ വേഗം തന്നെ ട്രെയിനിലേക്ക് എത്തി പരിശോധന നടത്തിയത്. ഏതായാലും പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ട്രെയിനിൽ ഏതായാലും കുട്ടിയില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ RPF പറയുന്നത്. അരുണ്, ഈ ഒരു RPF ഉദ്യോഗസ്ഥർക്ക് കൃത്യമായൊരു വിവരം, അതായത് ഈ ട്രെയിനിൽ പരിശോധന നടത്തണം എന്ന് കൃത്യമായൊരു നിർദ്ദേശം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതുതന്നെ, അതായത് കുട്ടി ഉണ്ട് എന്ന തരത്തിൽ സൂചന ലഭിച്ചിരുന്നു. നമുക്ക് വാർത്ത നൽകിയടക്കം സൂചന ലഭിച്ചിരുന്നു. അപ്പോൾ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർക്കും അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘമാണ് ആദ്യം ട്രെയിനിൽ കയറുന്നത്. അവർക്കാണ് ഇത്തരത്തിൽ കുട്ടി ട്രെയിനിലുണ്ട് എന്നുള്ള വിവരം ആദ്യം ലഭിക്കുന്നത്. അവർ ആ തരത്തിൽ കുട്ടി ട്രെയിനിലുണ്ട് എന്നുള്ള വിവരം ലഭിച്ച മുറയ്ക്ക് ഈ തൃശ്ശൂരിൽ വെച്ച് തന്നെ ഈ തിരുവനന്തപുരം അരുണോയ് എക്സ്പ്രസ് അത് ഒരു ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൽ അലേർട്ട് നൽകിയിരുന്നു. ഒപ്പം തന്നെ കുറച്ച് ഉദ്യോഗസ്ഥർ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഈ ട്രെയിനിലേക്ക് കയറുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ട്രെയിൻ തൃശ്ശൂർ വിട്ട് പാലക്കാട് എത്തുന്ന ആ ഒരു ദൂരം ഏകദേശം ഒരു മണിക്കൂറോളം സമയം, ആ ഒരു മണിക്കൂറോളം സമയം, എനിക്ക് 45 മിനിറ്റോളം സമയം, സാധാരണ ഒരു 10:15 ഈ ട്രെയിൻ സാധാരണഗതിയിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തേണ്ടിയിരുന്നത്. പക്ഷെ അല്പം സമയം നേരത്തെ തന്നെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് പരിശോധന തുടങ്ങിയത്. സാധാരണ നമുക്കറിയാം, ഈ സ്ലീപ്പറിലും മറ്റുമൊക്കെ കയറുന്ന ആളുകളെ സംബന്ധിച്ച് TTമാർക്ക് കൃത്യമായ അറിവുണ്ടാവും. അവരുടെ വിവരങ്ങൾ, ടിക്കറ്റ് ഉണ്ടോ എന്നുൾപ്പെടെയൊക്കെ TTമാര് പെട്ടെന്ന് തന്നെ സ്ലീപ്പറിലും മറ്റേ AC കോച്ചുകളിലൊക്കെ എത്തി പെട്ടെന്ന് പരിശോധനകൾ നടത്തും. പക്ഷെ ജനറൽ കമ്പാർട്ട്മെന്റിൽ പലപ്പോഴും അത്തരത്തിൽ TTമാരെത്തി പരിശോധന നടത്തുന്നതും മറ്റുമൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വളരെയേറെ ഉള്ളത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ആദ്യം കണക്കൂട്ടിയത്. അത് പ്രകാരം തന്നെയാണ് ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആദ്യം ജനറൽ കമ്പാർട്ട്മെന്റിലേക്കായിരുന്നു പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥ സംഘം പോയത്. അങ്ങനെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് പരിശോധനയ്ക്ക് പോയി. കമ്പാർട്ട്മെന്റിനകത്ത് കൃത്യമായി തന്നെ കുട്ടിയുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഇരിക്കുന്ന ഓരോ ഭാഗത്തേക്കും കടന്നു ചെന്ന് കൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തിയത്. പക്ഷെ അവിടെ എവിടെയും തന്നെ ആ കുട്ടിയെ കണ്ടെത്താൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ കഴിഞ്ഞില്ല. പിന്നീട് അവിടെ നിന്നും ആ കുട്ടിയെ കണ്ടെത്താൻ സ്ലീപ്പറിലും മറ്റും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു സ്ലീപ്പറിലേക്ക് കടന്നത്. അവിടെ TTമാരോട് ഉൾപ്പെടെ അവിടെയുള്ള മറ്റ് യാത്രക്കാരോട് ഉൾപ്പെടെ ചോദിച്ചു, ഈ കുട്ടിയെ കണ്ടോ എന്നുള്ളത് ഓരോരുത്തരോടും എടുത്ത് ചോദിച്ചു. പക്ഷെ ആരും തന്നെ
കുട്ടിയെ കണ്ടതായി പറഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല സ്വാഭാവികമായിട്ടും ട്രെയിൻ കൂടുതൽ നേരമൊക്കെ പിടിച്ചിട്ട് പരിശോധന നടത്തുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ട്. ഏതായാലും ഉദ്യോഗസ്ഥ സംഘം, പോലീസ് സംഘം ഈ ട്രെയിനിൽ നടത്തിയ തിരച്ചിൽ കുട്ടി ഇതുവരെ ഏതായാലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ട്രെയിൻ ഏതായാലും പാലക്കാട് വിട്ട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. ശരി അരുൺ, എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് കൂടി ചേരുന്നുണ്ട്. ടിൻഡു, നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് എന്തായാലും പോലീസിന് മുമ്പിലുള്ളത്. നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പോലീസിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് നിർണായകമായ ആദ്യ മണിക്കൂറുകൾ നഷ്ടമായി എന്നുള്ളതാണ്. കാരണം രാവിലെ 10 മണിയോടുകൂടി CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്ന സമയമനുസരിച്ചാണെങ്കിൽ രാവിലെ 9:30 കഴക്കൂട്ടത്ത് നിന്ന് ഇറങ്ങിയ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുന്നത് വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ്. അതായത് 4 മണിയോടുകൂടിയാണ് മാതാപിതാക്കൾ പോലീസിലെത്തി പരാതി നൽകുന്നത്. അങ്ങനെയെങ്കിൽ 4 മണിക്ക് ശേഷം 4:30 അന്വേഷണം ആരംഭിക്കുന്നത്. അതായത് ആദ്യത്തെ നിർണായകമായ ഒരു 8 മണിക്കൂറിന് മുകളിൽ നഷ്ടമായി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? അത് അന്വേഷണത്തിൽ വലിയൊരു വെല്ലുവിളി തന്നെയല്ലേ സൃഷ്ടിക്കുന്നത്? എന്തായാലും തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ നടക്കുകയാണ്. ഇതിനിടയിൽ കുട്ടി തിരുവനന്തപുരത്ത് നിന്നും അസമിലേക്ക് പോയ അരുണോയി എക്സ്പ്രസ്സിൽ ഉണ്ട് എന്ന തരത്തിലുള്ള സൂചന ലഭിച്ചിരുന്നു. അത് പോലീസിനും ആ ഒരു വിവരം ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ വെച്ച് കുട്ടിയെ കണ്ട തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ജംഗ്ഷനിലെത്തിയ ആ ഒരു ട്രെയിനിൽ വ്യാപകമായി തന്നെ പരിശോധന നടത്തുന്നു. മുക്കും മൂലയും പോലീസ് അരിച്ചു പെറുക്കിയെങ്കിലും ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വിവരങ്ങൾ പോലീസിന് ലഭിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പാലക്കാട് എത്തിയ ട്രെയിൻ പോലീസ് 2 റൗണ്ട് പൂർണ്ണമായും RPFിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം ട്രെയിൻ പാലക്കാട് നിന്ന് പുറപ്പെട്ടു. എന്തായാലും ഇനി അന്വേഷണം നടക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ CCTV ദൃശ്യങ്ങൾ കണ്ടതാണ്. കുട്ടി ഇറങ്ങി കഴക്കൂട്ടത്ത് നിന്ന് പോകുന്നത് ദേശീയപാതയിലേക്ക് പോകുന്നത് അത് തിരുവനന്തപുരം ഭാഗത്തേക്കാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങൾ, അതായത് തിരുവനന്തപുരത്ത് തന്നെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളായ തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം, കൊച്ചുവേളി അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും പോലീസ് അന്വേഷണം ഇനി നടത്തുക. ഒപ്പം തന്നെ കണിയാപുരം, കഴക്കൂട്ടം അടക്കമുള്ള ആ ഒരു ബസ് സ്റ്റോപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. ഒപ്പം തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം എന്തായാലും പോലീസ് ഊർജിതമാക്കി തന്നെ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ടിൻഡു ദാസ് തുടരുന്നുണ്ട്. ടിൻഡു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അന്വേഷണത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾ, അതായത് ആദ്യത്തെ ഒരു 8 മണിക്കൂറുകൾ രാവിലെ 9:30, 10 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു പെൺകുട്ടി, വീട്ടുകാർ പരാതി നൽകുന്ന വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ്. അപ്പോൾ ആദ്യം അന്വേഷണത്തിന് ഏറ്റവും ക്രൂഷ്യലായ ആദ്യത്തെ ആ ഒരു നിർണായക മണിക്കൂറുകൾ നഷ്ടമായത് ഈ ഒരു അന്വേഷണത്തിൽ വലിയ വെല്ലുവിളി തന്നെ സൃഷ്ടിക്കില്ലേ? തീർച്ചയായിട്ടും നിഖിൽ, ഈ കുട്ടീനെ ഇനിയിപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഏറ്റവും പ്രധാനമായിട്ടും നടത്തേണ്ടിയുള്ളത്. നേരത്തെ മൊത്തം 3 കുട്ടികളാണുള്ളത്. 2 കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കുട്ടിയെ കണ്ടെത്താനായിട്ട് ഇനി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മാത്രമാണ് നടത്തുന്നത്. കാരണം ഇനി ഇവിടെ നിന്ന് പോകാൻ തിരുവനന്തപുരത്തു നിന്നും എങ്ങോട്ടേക്ക്, അതായത് ഈ കഴക്കൂട്ടത്തു നിന്നും കുട്ടി പോകാനുള്ള ഉൾപ്രദേശങ്ങൾ പ്രധാനമായിട്ടും 2 പ്രദേശങ്ങളാണുള്ളത്. ബീച്ച് മേഖലയും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും MG റോഡിൻ്റെ ഭാഗത്തേക്കുള്ള പ്രദേശങ്ങളിലേക്കാണ് കുട്ടി പോകാൻ സാധ്യതയുള്ളത്. കുട്ടി വന്ന് കയറിയിട്ടുള്ളത് ഈ റോഡിലാണ് വന്ന് കുട്ടി കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കുട്ടി ബസ്സിൽ കയറിയിട്ടുണ്ടോ, ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോയതാണോ, ഈ കൂട്ടുകാരത്തികളുണ്ടോ എന്ന ചോദ്യത്തിന് അവർ 1 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ താമസിക്കാൻ വന്നിട്ട്. അത്തരത്തിലുള്ള കൂട്ടുകാരൊന്നും ഇല്ല, സ്കൂളിൽ അത്തരത്തിലുള്ള കൂട്ടുകാരും ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഈ ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. അച്ഛനും അമ്മയ്ക്കും അസാമി അല്ലാതെ മറ്റൊരു ഭാഷ അറിയില്ല, ഇവിടെ നിൽക്കുന്നവർക്കും മറ്റൊരു ഭാഷ അറിയില്ല, പോലീസിനും ഭാഷ അറിയില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു പ്രശ്നം, അത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നൊരവസ്ഥയാണ്. ഈ കുട്ടി പോയി കഴിഞ്ഞിട്ട് ഏതാണ്ട് 12 മണിക്കൂറുകളൊക്കെ പിന്നിടുകയാണ്. 12 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കുട്ടീനെ കണ്ടെത്താനായിട്ടില്ല. കുട്ടിയെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയെന്ന വാർത്ത കിട്ടിയെങ്കിലും ആ വാർത്ത സ്ഥിരീകരിക്കാൻ നടത്തില്ല. ഇനിയിപ്പോൾ തിരുവനന്തപുരം നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളത് വ്യാപകമായിട്ടൊരു അന്വേഷണമാണ് പോലീസിൻ്റെ മുന്നിലുള്ളത്. സിറ്റി, റൂറൽ മേഖലകളെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കും. സിറ്റി മേഖലകളിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. റൂറൽ മേഖലകളിലേക്ക് കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലേക്കും വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന കുട്ടിയെ കാണാതായത്. ആ കുട്ടിയെ കണ്ടുകിട്ടിയത് ഈ നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് തന്നെയാണ്. ഏതാണ്ട് എയർപോർട്ടിൻ്റെ ആ ഭാഗത്തു നിന്നാണ് കുട്ടിയെ കണ്ടുകിട്ടിയത്. ചെറിയ കുഞ്ഞായിരുന്നു, ആ കുട്ടി എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ ഇത് നമുക്കറിയാം 13 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി സ്വമേധയാ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ആ കുട്ടിക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനുള്ള പ്രവണത കൂടുതൽ കാണും. കാരണം വീട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ തർക്കത്തിൽ വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കിയാണ് ഇറങ്ങിപ്പോയിട്ടത്. നിരന്തരം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നേരത്തെ കുട്ടി ഇത്തരത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അമ്മ ഇല്ല എന്നാണ് മറുപടി നൽകിയത്. കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടിയായിരുന്നു. ഈ നേരത്തെ ഇത്തരത്തിൽ പിണങ്ങി ഇറങ്ങി പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് അമ്മയുടെ ഭാഗത്ത് നിന്ന് മറുപടി. ഇത് ആദ്യമായിട്ടാണ് കുട്ടി ഇത്തരത്തിൽ പിണങ്ങി പോകുന്നത്. ഈ അന്വേഷണം സമഗ്രമായി തന്നെ സിറ്റി പോലീസും അതോടൊപ്പം തന്നെ റൂറൽ മേഖലകളും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യക്തമായി തന്നെ തുടരുന്നുണ്ട്. ഏതാണ്ട് 12 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. കുട്ടി സിറ്റി വിട്ടു പോകാൻ സാധ്യതയില്ല എന്നൊരു അല്ലെങ്കിൽ കുട്ടി സിറ്റി വിട്ടു പോകാൻ സാധ്യതയില്ല എന്നൊരു നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ പോലീസ് അല്ലെങ്കിൽ ആ ഒരു അനുമാനത്തിൽ തന്നെയാണ് പോലീസ് ഈ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. CCTV-കൾ ഇനി മറ്റു കടകളിലെ മറ്റ് CCTV ദൃശ്യങ്ങളാണ് കേന്ദ്രീകരിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റ് CCTV-കൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടിയുടെ നിന്ന് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടവരുടെ മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായിട്ട് ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. കാരണം കുട്ടി കേരളം വിട്ട് പോയിട്ടില്ല. ഈ മണിക്കൂറുകൾക്കുള്ളിൽ കുട്ടി സ്വദേശത്തേക്ക് അല്ലെങ്കിൽ അസാമിലോട്ട് പോകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ല. ആ സാധ്യതകൾ അടഞ്ഞ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആ സാധ്യത അടഞ്ഞിരിക്കുകയാണ്. നഗര കേന്ദ്രീകൃതമായിട്ടും ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകൃതമായിട്ടും അന്വേഷണം നടത്തണം. കുട്ടിക്ക് മറ്റ് പരിചയക്കാരുണ്ടോ എന്ന് കണ്ടെത്തണം. കുട്ടിക്ക് കൂട്ടുകാരും ഇല്ല എന്നാണ് അമ്മ നൽകുന്ന മൊഴി. അപ്പോൾ അത്തരത്തിൽ കുട്ടിക്ക് മറ്റ് പരിചയക്കാരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തണം. അപ്പോൾ ഈ കുട്ടിയെ കണ്ടവരെ ഒന്നുകൂടി മൊഴികൾ രേഖപ്പെടുത്തണം.